ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശേഖരമായ കൊരങ്ങാട്ടിയെ കാർഷിക സമൃദ്ധിയിലേക്ക് നയിക്കാൻ പദ്ധതിയുമായി പഞ്ചായത്ത്. പാടശേഖരത്തിൽ നടപ്പാക്കുന്ന ജലസേചന പദ്ധതിയുടെ നിർമ്മാണം നടന്നു. 1.98 കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊരങ്ങാട്ടി പാടശേഖരത്തിലെ കർഷകർ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും മലയോര ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കിയുമാണ് കൊരങ്ങാട്ടി വീണ്ടും കൃഷിയിലേക്ക് മടങ്ങുന്നത്. ജലസേചന വകുപ്പ്, കാർഷിക വികസന വകുപ്പ്, കർഷക ക്ഷേമ വകുപ്പ്, അടിമാലി ഗ്രാമപഞ്ചായത്ത്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പ്രാരംഭഘട്ടമായ ജലസേചന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. നേരത്തെ നമ്മുടെ കൊരങ്ങാട്ടി പ്രദേശമെല്ലാം മൊത്തം എപ്പോഴും കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളായിരുന്നു. എന്നാൽ ആ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കൃഷി പയ്യെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ പാടശേഖരങ്ങളെല്ലാം ഇന്ന് വെറുതെ കിടക്കുന്ന ഒരു പാടശേഖരങ്ങളായി മാറിയിരിക്കുന്നു. അത് എങ്ങനെ പുനർജീവിപ്പിക്കാം എന്നാലോചിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മേഖലയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള നമ്മുടെ ആളുകളിൽ ഒരു ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത്. കൊരങ്ങാട്ടി തടയണകളുടെയും കനാലുകളുടെയും കൊരങ്ങാട്ടി നെല്ലിപ്പാറ തോടിന്റെയും അതോടൊപ്പമുള്ള കലുങ്കുകളുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 1.98 കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.